Dear students, welcome to Learner's World. In this video, I'm going to talk about On the Shapes of Stories by Kurt Vonnegut, FIUGP Semester 4 SEC Humanities and Other BA programs under Calcutta University. Summary of On the Shapes of Stories. On the Shapes of Stories, അതായത് കഥകളിലെ ഘടന. അതായത് ഇതിൽ കേർഡ് വണഗട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം വളരെ ഹാസ്യരൂപത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കഥകളുടെ രൂപത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വർക്കാണിത് ഓൺ ദി ഷേപ്സ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഗ്രാഫുമായിട്ട് കഥകളിലെ കഥാപാത്രങ്ങളൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. Kurt Vonnegut was a famous American novelist known for his unique ideas, dark humor and experimental writing style. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ നോവലിസ്റ്റാണ്. അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ, ഡാർക്ക് ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പരീക്ഷണാത്മകമായിട്ടുള്ള എഴുത്ത് ശൈലി, ഇതിലൊക്കെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായിട്ടുള്ളത്. While studying anthropology at the University of Chicago, he developed an unusual but interesting idea about stories. അദ്ദേഹം ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ആന്ത്രോപോളജി മനുഷ്യശാസ്ത്രം പഠിക്കുന്ന സമയത്ത് കഥകളെക്കുറിച്ചിട്ട് അദ്ദേഹം ഒരു വ്യത്യസ്തവും ആകർഷകവുമായിട്ടുള്ള ഒരു ആശയം വികസിപ്പിച്ചു. He believed that all stories have simple shapes, just like graphs, which show how a character's life changes over time. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എല്ലാ കഥകൾക്കും വളരെ ലളിതമായിട്ടുള്ള ഒരു ഘടനയുണ്ട് എന്നുള്ളതായിരുന്നു. ഏതുപോലെ? ഗ്രാഫ് പോലെ. അതായത് ഈ ഗ്രാഫിൽ അതിലെ കഥാപാത്രങ്ങളുടെ ലൈഫ്, ജീവിതം സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്രാഫ് വരച്ചിട്ട്, അതൊരു ഗ്രാഫുമായിട്ടാണ് ഇത് കമ്പാരിസൺ നടത്തുന്നത്. ഒരു ഗ്രാഫ് വരച്ചിട്ട് ഒരു ക്യാരക്ടറുടെ ലൈഫിൽ ഒരു പക്ഷേ സന്തോഷം വരുന്ന നിമിഷങ്ങളുണ്ടാകും, അതേസമയം തന്നെ സങ്കടം വരുന്ന നിമിഷങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരു ഗ്രാഫായിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ രൂപത്തിൽ അദ്ദേഹം ഇത് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. Vonnegut imagined a graph where the horizontal line shows time and the vertical line shows how good or bad life is for the main character. അപ്പോൾ അദ്ദേഹം ഒരു ഗ്രാഫ് സങ്കല്പിക്കുകയാണ്. ഒരു ഗ്രാഫിൻ്റെ രണ്ട് വരകൾ, ഒന്ന് മേലക്കും ഒന്ന് താഴത്തേക്കും. അതായത് ഒന്ന് ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനും മറ്റേത് വെർട്ടിക്കലായിട്ടുള്ള ലൈനും. അതായത് മേലക്കും പിന്നെ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ലൈനും. അങ്ങനെയാണല്ലോ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ലൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത് സമയത്തെയാണ്. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ജീവിതത്തിലെ സമയമാണ് ഹൊറിസോണ്ടൽ ലൈൻ. വെർട്ടിക്കൽ ലൈന് ആ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയും ഒക്കെ സംഭവിക്കുമല്ലോ, അതിനെയാണ് വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആസ് ഇവൻറ്റ്സ് ഹാപ്പൻ ഇൻ ദ സ്റ്റോറി ദ ലൈൻ മൂവ്സ് അപ്പ് ഓർ ഡൗൺ. അപ്പോൾ ഒരു കഥയിൽ അതായത് സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് കഥയിൽ ഓരോ സംഭവങ്ങൾ സംഭവിക്കുമല്ലോ, ആ സമയത്ത് ഈ ലൈന് താഴേക്കും മേലേക്കും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അക്കോർഡിംഗ് ടു ഹിം ദീസ് പാറ്റേൺസ് റിപ്പീറ്റ് ഇൻ മെനി സ്റ്റോറീസ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് ഏജസ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാറ്റേൺ എല്ലാ കഥകളിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. He called his idea fluctuations between good and evil in simple tales. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആശയത്തിനെ, ഈ ഒരു സിദ്ധാന്തത്തിനെ അദ്ദേഹം വിളിച്ചിരുന്നത് ഫ്ലക്ച്വേഷൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് evil in simple tales എന്നുള്ളതായിരുന്നു. Now his academic thesis was rejected. He continued to believe strongly in this theory and spoke about it many times in public lectures and essays. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തം അദ്ദേഹം രൂപപ്പെടുത്തി, പക്ഷേ അദ്ദേഹത്തിൻ്റെ തീസിസ് റിജക്റ്റ് ചെയ്തു, തിരസ്കരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹം ഈ ഒരു ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നു, ഈ ആശയത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം ഒരുപാട് പബ്ലിക് ലെക്ചേഴ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് എസ്സേസിലൊക്കെ, ഉപന്യാസത്തിലും അതുപോലെ പബ്ലിക്കായിട്ട് പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഈ ആശയത്തെക്കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു. He felt that this idea could become a valuable contribution to culture. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിൽ
ഈ ഒരു ആശയം എന്ന് പറയുന്നത് സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവനയാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. In a famous lecture given at Queen's College in 1968, Vonnegut explained his theory in a humorous and simple way. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം 1968 നടത്തിയിട്ടുള്ള ഒരു ക്യൂൻസ് കോളേജിൽ നടത്തിയിട്ടുള്ള ഒരു ലെക്ചറാണ്, ഒരു പബ്ലിക് ലെക്ചറാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ലെക്ചറിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് അദ്ദേഹം വളരെ ഹാസ്യം കലർന്ന രീതിയിൽ, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സിദ്ധാന്തത്തെക്കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. He tried to apply scientific thinking to literature, believing that stories are so structured that even computers could understand them. അദ്ദേഹം ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ കുറച്ച് സയൻറ്റിഫിക് തിങ്കിങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സാഹിത്യത്തിലേക്ക് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള ചിന്ത കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് കഥകൾക്ക് അത്രയും ക്രമബദ്ധമായ ഘടനയുണ്ട് എന്ന് കമ്പ്യൂട്ടറുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നു ഒക്കെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതായത് ഈ ഒരു കഥകൾ എന്ന് പറയുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്, ലളിതമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് ആ ഒരു ഷേപ്പ് കമ്പ്യൂട്ടറുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. അത് ശാസ്ത്രവുമായിട്ട് അദ്ദേഹം ശാസ്ത്രീയപരമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സാഹിത്യത്തിന് ഇങ്ങനെ കാണുന്നത്. Vonnegut identified some basic shapes of stories such as, ഇനിയും പറയുന്നത് വണഗട്ട് കഥകളുടെ ചില അടിസ്ഥാന രൂപങ്ങൾ തിരിച്ചറിഞ്ഞു. ബേസിക് ഷേപ്സ് ഓഫ് സ്റ്റോറീസ്, കഥകൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്, ഒരു ഘടനയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. ഇനി ആ ഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവയിൽ കുറച്ച് ഘടന ഇതിൽ പറയുന്നുണ്ട്. മാൻ ഇൻ എ ഹോൾ, എ ക്യാറ്റ് സ്റ്റാർട്ട്സ് ഹാപ്പിലി, ഫേസസ് ട്രബിൾ ആൻഡ് ദെൻ എസ്കേപ്സ് ആൻഡ് ബിക്കം ഹാപ്പി അഗെയിൻ. നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് ഹൊറിസോണ്ടലായിട്ടുള്ളൊരു ലൈന് മേലേക്ക്, പിന്നെ വേർട്ടിക്കലായിട്ടുള്ള ഒരു ലൈന്. അപ്പോൾ ഇത് ഒരു ക്യാരക്ടറിൻ്റെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ, മാൻ ഇൻ എ ഹോൾ, എ ക്യാരക്ടർ സ്റ്റാർട്ട് ഹാപ്പിലി, ഒരു കഥാപാത്രം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ഒരു കഥ ആരംഭിക്കുന്നത്. ഫേസസ് ട്രബിൾ, പിന്നീട് അതിനൊരു പ്രശ്നങ്ങൾ വരുന്നു. ആൻഡ് ദെൻ എസ്കേപ്സ്, പിന്നീട് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആൻഡ് ബിക്കംസ് ഹാപ്പി അഗെയിൻ, വീണ്ടും സന്തോഷവാനാകുന്നു. ഇതൊരു ഗ്രാഫ് രൂപത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ കിട്ടും. ദെൻ അടുത്ത ഒരു പാറ്റേൺ, ഒരു ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ബോയ് മീറ്റ്സ് ഗേൾ. എ പേഴ്സൺ ഫൈൻഡ് ഹാപ്പിനെസ്, ഒരാൾ സന്തോഷം കണ്ടെത്തുന്നു. ലോസസ് ഇറ്റ്, അത് നഷ്ടപ്പെടുന്നു. ആൻഡ് റീഗെയിൻ ഇറ്റ്, വീണ്ടും അത് എടുക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അറ്റ് ദ എൻഡ്, അവസാനം വീണ്ടും ആ ഒരു സന്തോഷം തിരിച്ചു വരുന്നു. ദെൻ സിൻഡ്രല, എ ക്യാരക്ടർ ലൈഫ് ഇംപ്രൂവ് സഡൻലി, വേഴ്സൺ ആൻഡ് ദെൻ ഇംപ്രൂവ് ഗ്രേറ്റ്ലി. ഒരു ക്യാരക്ടറുടെ ജീവിതം പെട്ടെന്ന് മെച്ചപ്പെടുന്നു, പിന്നീട് അത് മോശമാകുന്നു, ഒടുവിൽ വലിയൊരു മെച്ചത്തിലേക്ക് വരുന്നു. ഫ്രം ബോൺ ടു വേഴ്സ്, ദ സ്റ്റോറി കണ്ടിന്യൂസ്ലി മൂവ്സ് ഡൗൺവേർഡ് വിത്തൗട്ട് റിക്കവറി. കഥ മുഴുവൻ തുടർച്ചയായി മോശത്തിലേക്ക് പോകുന്ന, പിന്നീട് വീണ്ടും ഒരു വീണ്ടും ഒരു റീഗെയിൻ, തിരിച്ചുവരവ് ഇല്ല എന്നുള്ളൊരവസ്ഥ. വിത്തൗട്ട് റിക്കവറി, അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഇത്രയും ബേസിക് ഷേപ്സ് ഒരു സ്റ്റോറിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷേപ്പിനെ കുറിച്ചിട്ട്, ഒരു കഥയിലെ ഘടനയെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സ്റ്റോറീസിലും വരുന്ന തരത്തിലുള്ള ഒരു ഷേപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ത്രൂ ദിസ് എസ്സേ, Vonnegut shows that stories are not random. They follow clear emotional patterns that help readers connect with them. These ideas make literature easier to understand and show that storytelling is both an art and a science. അപ്പോൾ അദ്ദേഹം ഈ സാഹിത്യത്തിലേക്ക് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക് തിങ്കിങ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു കഥകൾക്കൊരു ഷേപ്പ് ഉണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ. അപ്പോൾ ഈ ഒരു എസ്സേയിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിക്കുന്നത് സ്റ്റോറീസ് ആർ നോട്ട് റാൻഡം, കഥകൾ യാദൃശ്ചികമായിട്ടുള്ള ഒന്നല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്. ദേ ഫോളോ ക്ലിയർ ഇമോഷണൽ പാറ്റേൺസ് ദാറ്റ് ഹെൽപ്പ് റീഡേഴ്സ് കണക്ട് വിത്ത് ദം.
അതിനൊരു വായനക്കാരെ കഥകളോട് ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഇമോഷണൽ പാറ്റേൺ മാതൃകകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. കഥകൾ ഒരിക്കലും റാൻഡമായിട്ട് യാദൃശ്ചികമായിട്ട് വരുന്ന ഒന്നല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അദ്ദേഹം ഈ ഒരു സാഹിത്യത്തിലേക്ക് കുറച്ച് സയൻറ്റിഫിക് തിങ്കിങ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കഥകൾ യാദൃശ്ചികമായിട്ട് വരുന്നു, പക്ഷേ ശരിക്കും കഥകൾ യാദൃശ്ചികമായിട്ട് വരുന്നതാണ്. പക്ഷേ അതിനെ അദ്ദേഹം പൊളിച്ചടുക്കിയിട്ട് അദ്ദേഹം പറയാണ്, കഥകളെന്ന് പറയുന്നത് അതിലേക്ക് സയൻറ്റിഫിക് തിങ്കിങ് വന്നു കഴിഞ്ഞാൽ കഥകൾ എന്ന് പറയുന്നത് ഒരിക്കലും യാദൃശ്ചികമായിട്ട് വരുന്നതല്ല. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇമോഷണൽ പാറ്റേൺ കഥകൾക്കുണ്ട്. അതായത് വായനക്കാരെ കഥകളോട് ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള പാറ്റേൺ പിന്തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഐഡിയാസ് മേക്ക് ലിറ്ററേച്ചർ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷോ ദാറ്റ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾ സാഹിത്യം മനസ്സിലാക്കുന്നത് എളുപ്പമാക്കുകയും അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് കഥ പറച്ചിലും ആർട്ട് കലയും അതുപോലെ സയൻസ് ശാസ്ത്രവും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട്, ഒക്കെ ഒരുപോലെ ആണെന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.